ഗൈസ്, ഇന്ന് ഞാൻ കാലത്ത് എണീറ്റു. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ഫ്ലവർ ചെടികളും ഫ്രൂട്ട്സുകളും ഞാൻ കാണിച്ചു തരാം. യെസ്, പിന്നെ എൻ്റെ വീട്ടിൽ പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ടാണ് ഇതിനെ കാണാൻ. ഇതിൻ്റെ മോള് വേറെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതൊരു കുഞ്ഞ പൂച്ചയാണ്. യെസ്, ഇത് വേറെ പൂച്ച. ഇത് നോക്ക്, ഇത് നോക്ക്. ഇതിനുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കുഞ്ഞു പൂച്ചയാണ്. ആ പൂച്ചക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര പേടിയാണ്. ബാക്കിയുള്ളതൊക്കെ പേടിയൊന്നുമില്ല, ഇതിന് മാത്രം. നിങ്ങൾക്ക് ഈ പൂ അറിയോ? ഈ പൂ അറിയാൻ താഴാകം ചെയ്ത് ഗ്യാസ്. പിന്നെ കുറേ റംബൂട്ടാനുണ്ടായിട്ടുണ്ട്. കുറച്ച് ചെടി നിങ്ങൾ കാണിച്ചിട്ടില്ല കണ്ടോ, അടിയിൽ തന്നെ കുറേ പച്ചയെന്നുള്ളൂ ഉണ്ടാവുള്ളൂ. നിങ്ങളൊക്കെ എന്താ ഇവിടെ മണ്ണ് ഇതൊക്കെയാണ് അന്നുവെച്ചാൽ ഇവിടെ കിണർ കുത്തിയപ്പോൾ പിടിക്കാൻ മണ്ണ് ഇട്ടത്. അപ്പോൾ മണ്ണ് ഫുള്ള് ഇവിടെ അതുകൊണ്ട് ആർക്കാണിട്ട് പിന്നെ സൂത്രം കാണിച്ചു തരാം. ഇതാണ് ഫ്രാഷൻ ഫ്രൂട്ട്. ഇത് ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്, എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഉണ്ടായി. പിന്നെ ചക്ക, ചാമ്പയ്ക്കകളാണിത്. ഇത്ര പൂക്കളുള്ളൂ, ഇത്ര ഫ്രൂട്ട്സൊക്കെ ഉള്ളു. ബാക്കി പൂക്കൾ മുകളിലാണ്. പിന്നെ വലിയ കറ്റാറാണ് ഞങ്ങൾ കാണിച്ചുതരാം. ഇപ്പോഴെൻ്റെ കൂടെ പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ. അതെ, ഇത് അവിടെ നിന്നൊക്കെ ഇവിടെ വരെ വന്നു. ആമ്പലുണ്ടായത് നല്ല ഭംഗിയില്ലേ. പിന്നെ ഇതിൽ താമര കുഴിച്ചിട്ടുണ്ട്. താമരയൊന്നുമില്ല, മീനുകൾ ചിലതൊക്കെ പോകുന്നുണ്ട്. ഇതിൽ ആഫ്രിക്കൻ പൂച്ചീനെ ഇട്ടുണ്ടായിരുന്നു. അതിന് പിറ്റേ ദിവസം നോക്കിയപ്പോൾ പൂച്ച തിന്നുണ്ടാവും എന്നറിയില്ല. എൻ്റെ ഫേസ് എന്താണെന്നറിയോ, ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേച്ച് കുളിച്ചൊക്കെ വന്നപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പിങ് പടി കയറിയാൽ എനിക്ക് വയ്യാണ്ടായി. പിന്നെ കഴിച്ചതാണ് കറ്റാറ വാഴ. പൂച്ചക്കുട്ടികളൊക്കെ ഭയങ്കര കളിയിലാണ് കേസ്. ഈ കുഞ്ഞു പൂച്ച എന്താണെന്നറിയില്ല. വലിയ പൂച്ചകളൊക്കെ കളിക്കുന്നുണ്ട്, ഈ കുഞ്ഞു പൂച്ച എന്താ കളിക്കുന്നില്ല. എന്തേടി എന്തേ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. പാവം പൂച്ചക്കുട്ടിയുണ്ട്, ആരോടും മിണ്ടുന്നില്ലേ. അപ്പോൾ ശരി, നാളത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പിന്നെ ഒരു കാര്യം പറഞ്ഞ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.